രക്ഷാപ്രവർത്തകർ മുറിച്ചു നീക്കിക്കൊണ്ട് അവിടെ ആളുകളെ തിരയുന്നുമുണ്ട്. സൈന്യത്തിൻ്റെ 200 അംഗങ്ങളാണ് ഇപ്പോൾ ദുരന്ത മുഖത്തുള്ളത്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും. 330 അടി ഉയരമുള്ള താൽക്കാലിക പാലം എത്തിക്കും. ടി സിദ്ദിഖ് MLA രാവിലെ മുതൽ ആവശ്യപ്പെടുന്നത് അതുതന്നെയായിരുന്നു. കാരണം ഇവിടെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ആളുകളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുന്നില്ല, ഈ പാലം തകർന്നതിനാൽ എന്നത് തന്നെയാണ് വലിയ ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്നത്. അവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി ഒരു പാലം, താൽക്കാലിക പാലം സൈന്യത്തിന് തീർച്ചയായും നിർമ്മിക്കാൻ കഴിയും. കോഴിക്കോട് സൈനിക ക്യാമ്പിൽ ഇപ്പോൾ കൺട്രോൾ റൂം തുറക്കാനും പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ കരസേനയും എത്തിക്കും. നേരത്തെ നമുക്കറിയാം വെള്ളറമലയിൽ നിന്നാണ് നിരവധി ഏതാണ്ട് 19 മൃതദേഹം കണ്ടെടുത്തത്, അവിടെ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്, പ്രദേശവാസികൾ കണ്ടെടുത്തത്. മുണ്ടക്കൈ പുഞ്ചിരിമറ്റത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു. 20-ലധികം വീടുകൾ അവിടെ ഒലിച്ചുപോയതായാണ് പ്രദേശവാസികൾ പറയുന്നത്. 50-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയാത്തത് വെല്ലുവിളിയാണ്. മുണ്ടക്കൈ ഏലാർ റിസോർട്ടിൽ 12 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 116 പേരാണ് വിവിധ ആശുപത്രികളായി ചികിത്സയിലുള്ളത്. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും ഏതാണ്ട് പിൻവലിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായതോടെ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിലും തിരച്ചിൽ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെന്നാണ് ദീപക് മോഹൻ, ഞങ്ങളുടെ പ്രതിനിധി, റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 16 മൃതദേഹമുണ്ട്. അതിൽ 9 പുരുഷന്മാരും 6 സ്ത്രീകളും 1 ആൺകുട്ടിയുമാണ് ഉള്ളത്. സിനോജ് തോമസ് നൽകുന്ന വിവരം. മരിച്ച 33 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. VS രഞ്ജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. രഞ്ജിത്ത്, താൽക്കാലിക പാലം നിർമ്മിക്കും, കൂടുതൽ സൈന്യം എത്തും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. മന്ത്രിമാർ നടത്തിയ ഒരു ചർച്ചയിൽ എന്താണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്? രഞ്ജിത്ത്. വിനീത, മന്ത്രിമാർ ഇപ്പോൾ ഇവിടെ ഈ ചൂരൽമലയിലെ ക്യാമ്പിലാണുള്ളത്. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ടും അങ്ങോട്ട് കടക്കാനുള്ള താൽക്കാലിക പാലം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ പാലം നിർമ്മിച്ച് ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തേക്ക് യാത്രാ സൗകര്യം ഒരുക്കുക, അതിനുശേഷം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ രക്ഷിക്കാനുള്ള, അവരെ കൊണ്ടുവരാനുള്ള അജണ്ട തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പം മാത്രമല്ല, ഈ സന്നദ്ധ പ്രവർത്തകർക്ക് പരമാവധി രക്ഷാപ്രവർത്തനത്തിനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള NDRFന്റെയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ സൈന്യം ഇറങ്ങിയാൽ പോലും ഈ പ്രദേശങ്ങളിൽ പല ഭാഗത്തും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ട്. അത് കൃത്യമായി നിർണയിച്ച് അത് ഏത് പ്രകാരത്തിൽ വേണമെന്നുള്ളത്, വെറുതെ ആൾക്കൂട്ടമായി വരുന്ന ആളുകളെയല്ല, കൃത്യമായ സംവിധാനങ്ങളോട് കൂടി എത്തുന്ന രക്ഷാപ്രവർത്തകരെ അനുവദിക്കാനും അതല്ലാത്തവരെ മാറ്റി നിർത്താനുമുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഈ ചർച്ചയിൽ വരുന്നു. ഡിസ്ട്രിക്ട് കളക്ടറും സിറ്റി പോലീസ് അവിടുത്തെ റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. OR കേളു മിനിസ്റ്റർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മന്ത്രി രാജനുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. 3 മന്ത്രിമാരും ചേർന്ന് ഇപ്പോൾ ചൂരൽമല ക്യാമ്പിൽ, ചൂരൽമല കൺട്രോൾ റൂമിൽ എത്തി അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലുള്ള ആളുകളെ എത്തിക്കാൻ വേണ്ടി അവിടേക്ക് യാത്രാ സൗകര്യം എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാരണം ഉച്ച തിരിഞ്ഞിരിക്കുന്നു. ഇനി 3-4 മണിക്കൂറുകൾ മാത്രമായിരിക്കും ഈ പകൽ വെളിച്ചത്തിൽ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക. അപ്പോൾ രാത്രി ഇരുട്ടിയാൽ എന്ത് ചെയ്യണം, രക്ഷാപ്രവർത്തനം തുടരേണ്ടതുണ്ടോ, ഏത് മേഖലയിൽ അവിടെ വെളിച്ചം എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇനിയുള്ള ആലോചനകളിൽ വരേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പ്രാഥമികമായി ചർച്ച നടന്നിട്ടുള്ളതും ഈ വഴി ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. ശരി, ഏതായാലും സൈന്യം എത്തി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്നാണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരവും. രഞ്ജിത്ത്, എന്താണ് മന്ത്രിമാരുടെ തീരുമാനമെന്ന് അറിയിക്കുക? കൂടുതൽ രക്ഷാപ്രവർത്തകരെ അനുവദിച്ചേക്കും അവിടെ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കൂട്ടമായി എത്തുന്ന ആളുകൾ എന്ന നിലയ്ക്കല്ല, സന്നദ്ധ പ്രവർത്തകരായി അതിൻ്റെ സംവിധാനങ്ങളോടുകൂടി എത്തുന്ന ആളുകളെയാണ് എത്തിക്കുക.